GI പൈപ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഗേറ്റുകൾ വുഡിൻ്റെ പോലെ കളർ കൊടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ചില വീട്ടുകാർക്ക്. പക്ഷേ ഒറിജിനൽ വുഡിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വെയിലും മഴയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ട്, കാരണം ചില വീടുകൾക്ക് പടിപ്പുരയൊക്കെ സെറ്റ് ചെയ്തിട്ട് വെയിലും മഴയൊന്നും കൊള്ളാതെ ഗേറ്റുകൾ നാച്ചുറൽ വുഡ് കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നല്ല വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ഡൂറോത്തിൻ പെയിൻ്റ് അടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. MRFൻ്റെ മെറ്റൽ കോട്ട് ക്ലിയറാണ് ഇതിൻ്റെ മുകളിൽ അടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൂടെ ചെറിയൊരു പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതും ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതും MRFൻ്റെ ഡൂറോത്തിൻ പെയിൻറ്റിൽ തന്നെയാണ്. അത്യാവശ്യം PU പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ഒന്നും വരാതെ അത്യാവശ്യം ഒരു കാലം നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലുള്ള പൈപ്പുകളിലൊക്കെ പ്രൈമർ അടിക്കുമ്പോൾ നല്ല രീതിയിൽ ഈ പൈപ്പ് ക്ലീൻ ചെയ്തിട്ട് അടിക്കുക. കാരണം നല്ലപോലെ സാൻഡ് ചെയ്ത് അതുപോലെ ടിന്നറൊക്കെ ഉപയോഗിച്ച് തുടച്ച് അതിന് മുകളിൽ 2 പാക്ക് ഏതെങ്കിലും അപ്പോക്സിയോ അതല്ലെങ്കിൽ എച്ച് പ്രൈമറൊക്കെ പോലെയുള്ള പ്രൈമറുകൾ വാങ്ങിച്ച് അടിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പിടുത്തം ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു മതിലിൽ ടെക്സ്ചർ ഡിസൈൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്ലേഡ് കൊണ്ട് നൈസായിട്ടൊന്ന് പതിച്ചിടുന്ന ഡിസൈനാണ് കൊടുക്കുന്നത്. അതിന് മുകളിൽ നല്ല എക്സ്റ്റീരിയർ എമൽഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെളിയും മണ്ണൊക്കെ ആവുകയാണെങ്കിലും വാഷ് ചെയ്ത് കളയാനായിട്ടും പറ്റും.